ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3.5 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ 10 മണിക്ക് സ്നാക്കൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തു വിടാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് ആ ശർക്കരയൊക്കെ ഇവിടെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ അത് ആ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരുന്ന നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. കുറച്ച് റൈസിൽസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എന്താ പറയുക കിസ്മിസ് അതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ വരുന്ന പീനട്ടാണ് ഒന്ന് വറുത്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കറുത്ത എള്ളു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയൊന്ന് വറുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ചുവന്ന് മൂത്തൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിലെ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി കേട്ടോ. ഇനി ഇതാ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ തരികളാണ് പൊങ്ങിക്കിടക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ അവൽ കൊണ്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അവൽ നമ്മൾ വിളയിച്ചാണ് എടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് എന്താ പറയുക അവലാണ് ചേർക്കുന്നത്. ഞാൻ മട്ടയവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് അവൽ വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. മട്ടയവലാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്, ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ 2 കപ്പ് അവലെടുക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം ശർക്കരപ്പാനിയിൽ ഉണ്ടാക്കിയത് കറക്റ്റ് പാകമാണ് കേട്ടോ. ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇതിവിടെ എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എന്താ പറയുക കാഷ്നട്ടും പീനട്ടും റൈസിൽസൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ കയ്യിൽ കരുതാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഏത് കാലത്തും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് അവൽ വിളയിച്ചത് അല്ലേ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പിന്നെ പൊട്ടുകടലയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവൽ വിളയിച്ചത് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ സെർവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, നല്ല ആവി പറക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ കുറേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. തേങ്ങ വറുത്തെടുത്തുകൊണ്ട് ഒരു കേടും വരില്ല കേട്ടോ. തേങ്ങ വറുക്കാതെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.